അസ്സലാമലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? കാലം കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആര്? ഇമാം ഗസാലി. അദ്ദേഹം തൻ്റെ ഉപരിപഠനത്തിനായിട്ട് തൊട്ടടുത്തുള്ള നാട്ടിൽ പോകുന്നുണ്ട്. അദ്ദേഹം അതിമിടുക്കനും സമർത്ഥനും ബുദ്ധിമാനുമായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് കൊല്ലത്തെ പഠനങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിലോട്ട് തിരിച്ച് മടങ്ങി വരുന്നുണ്ട്. അങ്ങനെ യാത്ര തുടങ്ങി. ആ യാത്രാമധ്യേ ഒരു കൊള്ളസംഘം ഇവരെ പിടികൂടുന്നുണ്ട്. അങ്ങനെ സഹയാത്രികരുടെ സാധനങ്ങളെല്ലാം കവർന്നെടുത്തു. പക്ഷെ ഗസാലിയുടെ അടുത്ത് എത്തി അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ മൂല്യമുള്ള ഒന്നും കിട്ടിയില്ല അവർക്ക്. കൊള്ളക്കാർക്ക്. അദ്ദേഹത്തെ പാണ്ഡത്തിന്മേൽ കൊള്ളക്കാരൻ കൈവച്ചു. അപ്പോൾ ഗസാലി ഖേണപേക്ഷിച്ച് പറയുന്നുണ്ട്, അത് തുടരുത്, അതെൻ്റെ ഇത്രയും കൊല്ലത്തെ കഠിനാധ്വാനമാണ്, അതിനെക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല എന്ന്. ഓക്കെ, കൊള്ളക്കാരൻ പറഞ്ഞു, ശരി, ഞങ്ങൾ ഇത് തൊടുന്നില്ല. പക്ഷേ ഒന്നോർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊള്ളക്കാരൻ ഒരു ഉപദേശം നൽകുന്നുണ്ട്. എന്താണെന്നറിയോ? അതാട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കൊള്ളക്കാരനോ ഒരു കള്ളനോ കവർന്നെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അറിവെങ്കിൽ അത് അറിവേ അല്ല. വിജ്ഞാനം എന്നത് കൊള്ളയടിക്കാനോ കവർന്നെടുക്കാനോ പറ്റുന്നതല്ല എന്നുള്ള മൂല്യമുള്ള ഉപദേശം നൽകുന്നുണ്ട്. ഇത് ഗസാലിയെ കൂടുതൽ ചിന്താകുലനാക്കി. ഗസാലി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി, ചിന്തിക്കുന്നതിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഉന്നതങ്ങളിലെത്തി. ആ ഉന്നതങ്ങളിലെത്തിയ ശേഷവും ഗസാലി പറയുന്നുണ്ട് കേട്ടോ, എന്ത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപദേശം, ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതം മാറ്റിമറിച്ച ഉപദേശം തന്നത് ആരാന്നറിയോ? ഒരു കൊള്ളക്കാരനാണെന്ന്. ഇൻഷാ അല്ലാഹ്.